അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രികനാ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, വിശുദ്ധമായ ഹജ്ജിന് യാത്ര തിരിക്കുമ്പോൾ ഒരാൾ വലിയ കടബാധ്യതയുള്ളവനായിക്കൊണ്ടാണ് ഹജ്ജിന് പോകുന്നതെങ്കിൽ അയാളുടെ ഹജ്ജിൻ്റെ അവസ്ഥ എന്താണ്? കടത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയാണ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. കടബാധ്യതയുള്ള ഒരാൾ മരിച്ചപ്പോൾ അയാളെ മയ്യത്ത് നിസ്കരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിസമ്മതിച്ചതായി ഹദീസിൽ നമുക്ക് കാണാം. അത്രയും ഗൗരവമുള്ള കാര്യമാണ് കടം. ആ കടബാധ്യതയോട് കൂടി ഒരാൾ ഹജ്ജിന് വേണ്ടി പോകുമ്പോൾ കടക്കാരന് അയാളെ തടഞ്ഞു വെക്കാനുള്ള അവകാശം ഉണ്ട് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഹർമ സഫ്രു ബില ഇതിന് ഗരീമി ഗൈരി തൗക്കീൽ, മറ്റൊരാളെ തൻ്റെ കടം വീട്ടാൻ അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ടല്ലാതെ, കടക്കാരൻ്റെ സമ്മതമില്ലാതെ ഒരിക്കലും ഹജ്ജിന് വേണ്ടി പോകാൻ പാടില്ല, അത് ഹറാമാണ് എന്ന് ഫത്തുൽ ഇഹ്ലായിലുമെല്ലാം രേഖപ്പെടുത്തി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. അതേസമയത്ത് മറ്റൊരാളെ കടത്തിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ആ ഹജ്ജ് യാത്ര ഒരിക്കലും കടക്കാരനെ തടയാനോ തടസ്സപ്പെടുത്താനോ സാധിക്കുമല്ല, പാടില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഹജ്ജ് യാത്രയ്ക്ക് വേണ്ടി പോകുന്നു, വളരെ പാവപ്പെട്ട ഒരാളാണ്, ഇയാളെ തടഞ്ഞു വെച്ചിട്ട് അയാളിൽ നിന്ന് കാശൊന്നും കിട്ടുകയില്ല, അങ്ങനെയുള്ള പാവപ്പെട്ട മനുഷ്യനാണ് എങ്കിൽ, അല്ലെങ്കിൽ കടക്കാരനാണെങ്കിലും ആ കടത്തിന് അവധിയുണ്ട്, അവൻ പോയി വരുന്നത് വരെ അവധി തീരുകയില്ല എങ്കിലും അയാൾക്ക് കടക്കാരൻ്റെ സമ്മതമില്ലാതെ തന്നെ ഹജ്ജിന് പോകാവുന്നതാണ്. ഇനി ഒരാൾ ഹജ്ജിന് പോകുന്നത് ഹറാമായ കാശ് കൊണ്ടാണെങ്കിൽ അയാളുടെ ഹജ്ജ് സ്വീകാര്യമാണോ? അയാളുടെ ഹജ്ജ് ഫർളായ ഹജ്ജാണെങ്കിൽ ആ ഫർള് അതുകൊണ്ട് വീടും. എന്നാൽ അയാൾ ചെയ്തത് ഹറാമാണ്. ഇതുപോലെ നിസ്കാരം പിടിച്ചുപറ്റിയ സ്ഥലത്ത് നിന്നുകൊണ്ട് ഒരാൾ ഹറാമായ സ്ഥലത്ത് കൊണ്ട് നിസ്കരിക്കുകയാണെങ്കിൽ ആ നിസ്കാരം അതിൻ്റെ ഫർള് വീടും, പക്ഷേ ആ നിസ്കരിച്ചത് ഹറാമാണ് എന്നതുപോലെ തന്നെയാണ് ഹജ്ജിൻ്റെ വിഷയം. നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഹജ്ജുമായി ബന്ധപ്പെട്ട് നാം മാതാപിതാക്കളുടെ സമ്മതം കൂടാതെ ഹജ്ജിന് പോയാൽ എന്താണ് അവസ്ഥ? ഫർളായ ഹജ്ജാണെങ്കിൽ സമ്മതമില്ലാതെ നമുക്ക് പോകാം, പക്ഷേ സമ്മതത്തോടു കൂടിയാലാണ് സമ്മതം ചോദിക്കലാണ് ഫർളായ ഹജ്ജിന് പോലും സുന്നത്ത്. സുന്നത്തായ ഹജ്ജാണെങ്കിൽ അവരുടെ സമ്മതമില്ലാതെ പോകൽ ഹറാമാണ് എന്നാണ് വിധി, ഹജ്ജായാലും ഉംറയായാലും. മാത്രമല്ല, സുന്നത്തായ ഹജ്ജിന് പോകുമ്പോൾ മാതാപിതാക്കൾക്ക് അവനെ തടയാൻ അവകാശമുണ്ട്. മാതാപിതാക്കൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് ഉപ്പയാകാം, ഉപ്പയുടെ ഉപ്പയാകാം, അവരുടെ ഉപ്പ അങ്ങോട്ട് മുകളിലേക്ക് എന്തോ ആകാം. അതുപോലെ തന്നെ ഉമ്മയുടെ ഉമ്മ, അവരുടെ ഉമ്മ മുകളിലേക്ക് എത്രയും, ഇങ്ങനെയുള്ള ഉപ്പ സമ്മതിച്ചു, പക്ഷെ വലിയപ്പ സമ്മതിച്ചിട്ടില്ലെങ്കിലും ഇതേപോലെ തന്നെയാണ് ഹജ്ജിന് പോകാൻ. സുന്നത്താണെങ്കിൽ ഹറാമാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഉപ്പമാരുടെയും ഉമ്മമാരുടെയും സമ്മതത്തോടു കൂടിയാണ് സുന്നത്തായ ഹജ്ജാണെങ്കിൽ ഹജ്ജിന് വേണ്ടി പോകുന്നത്. അവർ തടഞ്ഞു വെക്കുകയാണെങ്കിൽ പോകാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഹജ്ജ് പരിപൂർണവും മക്ബൂലും ആയിത്തീരുകയുള്ളൂ. അള്ളാഹു നമ്മുടെ മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് മക്ബൂലും മബ്രൂറുമായി പരിപൂർണമായ നിലയിൽ എല്ലാ അമലുകളും ചെയ്തുകൊണ്ട് തിരിച്ചു വരാൻ അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മുത്ത് ഹബീബിനെ പലവരും സിയാറത്ത് ചെയ്യാൻ അള്ളാഹു അവർക്ക് നമുക്കൊക്കെ തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.